കണ്ണൂർ സിറ്റിയിൽ സർവീസ് സെന്ററിൽ നിന്ന് കാർ കവർന്ന സംഘത്തെ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം സ്വദേശികളായ വൻ കവർച്ചാ സംഘമാണ് പിടിയിലായത്. അതിസാഹസികമായാണ് പ്രതികളെ പിടികൂടിയത്. സംഘത്തിന്റെ ആക്രമണത്തിൽ പോലീസുകാരന് പരിക്കേൽക്കുകയും ചെയ്തു. കണ്ണൂർ സിറ്റി കുറുവപ്പാലത്തിന് സമീപത്തെ C4 ക്ലീൻ എന്ന കാർ സർവീസ് സെന്ററിൽ നിന്നും ഈ മാസം 4-നാണ് KL 58D 5794 നമ്പർ മാരുതി സ്വിഫ്റ്റ് കാർ മോഷണം പോയത്. പെയിന്റിംഗിനായി സർവീസ് സെന്ററിൽ എത്തിച്ച കാറാണ് മോഷണ സംഘം കൊണ്ടുപോയത്. കേസിൽ എറണാകുളം എരമല്ലൂർ സ്വദേശി മുഹമ്മദ് ഫൈസൽ, കോതമംഗലം നെല്ലിക്കുഴി സ്വദേശി KN രാഹുൽ, മാരിപ്പാറ സ്വദേശി KS ആകാശ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. K അബൂബക്കർ സിദ്ദിഖിന്റെ പരാതിയിലാണ് സിറ്റി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സിറ്റി ഇൻസ്പെക്ടർ കൈലാസ്നാഥിന്റെ മേൽനോട്ടത്തിൽ SI-മാരായ KP സതീഷ്, RP വിനോദ്, സീനിയർ CPO-മാരായ സ്നേഹേഷ്, സജിത്ത്, CPO ബൈജു എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. സർവീസ് സെന്ററിന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ 3 പേരാണ് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്ന് കണ്ടെത്തി. കാസർകോട് ഭാഗത്തു നിന്ന് വന്ന ഒരു ലോറിയിൽ കാൾടെക്സിൽ ഇറങ്ങി അവിടെ നിന്ന് നടന്നാണ് മോഷ്ടാക്കൾ കുറുവിയിൽ എത്തിയതെന്നും അന്വേഷണ സംഘം മനസ്സിലാക്കി. കവർച്ച ചെയ്ത കാറിന്റെ നമ്പർ മറ്റ് ജില്ലകളിലെ പോലീസിനും കൈമാറി. 5-ാം തീയതി എറണാകുളത്തു നിന്നും നിർണായക സന്ദേശം പോലീസിന് ലഭിച്ചു. തൃശൂർ, എറണാകുളം ഭാഗത്ത് ഈ കാർ കറങ്ങുന്നുണ്ടെന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അന്വേഷണ സംഘം ഉടൻ എറണാകുളത്തേക്ക് തിരിച്ചു. ഒരാഴ്ചയോളം നീണ്ട സാഹസികമായ അന്വേഷണത്തിൽ 100 കണക്കിന് CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. മാസ്ക് ധരിച്ചും മറ്റും കറങ്ങുന്ന മോഷണ സംഘത്തെ തിരിച്ചറിയാൻ ഏറെ പാടുപെട്ടു അന്വേഷണ സംഘം. ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം കോതമംഗലം ഭാഗത്തേക്കും എത്തി. അവിടെ നിന്നും നേരത്തെ കേസുകളിൽ പ്രതിയായവരുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു. ഇതിലാണ് കാർ മോഷണ സംഘത്തിലേക്ക് അന്വേഷണം എത്തിയത്. കോതമംഗലം ഭാഗത്തു നിന്ന് കാറിൽ കറങ്ങുകയായിരുന്ന സംഘത്തെ പോലീസ് അതിസാഹസികമായി പിടികൂടുകയും ചെയ്തു. കൊലപാതകമടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ സംഘം പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാനും ശ്രമിച്ചു. സീനിയർ CPO സജിത്തിന് ഇതിനിടയിൽ പരിക്കേൽക്കുകയും ചെയ്തു. രക്ഷപ്പെടാനുള്ള പ്രതികളുടെ എല്ലാ ശ്രമവും തടഞ്ഞാണ് പോലീസ് ചെറുത്തുനിന്നത്. നിരവധി കേസുകളിൽ പ്രതിയായ രാഹുലിനെതിരെ നേരത്തെ കാപ്പ ചുമത്തിയിരുന്നു. കാപ്പ കാലാവധി അടുത്തിടെയാണ് അവസാനിച്ചത്. ഫൈസലിനെതിരെയും 14ഓളം കേസുകളുണ്ട്. വൻ കവർച്ചാ സംഘത്തിൽപ്പെട്ട പ്രതികൾ കാസർകോട്ടാണ് ആദ്യം മോഷണം പ്ലാൻ ചെയ്തിരുന്നത്. നടക്കാതായപ്പോഴാണ് ഒരു ലോറിയിൽ കയറി കണ്ണൂരിലെത്തിയത്. വേറെയും കവർച്ചകൾ ലക്ഷ്യമിട്ടാണ് സർവീസ് സെന്ററിൽ നിന്ന് പ്രതികൾ കാർ മോഷ്ടിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.